അന്നു രാത്രിയിൽ മുറിയിലെത്തിയ ഭഗീരഥി ഭർത്താവിനോട്, എന്താണേലും നമ്മൾ കരുതുന്നതുപോലെയല്ല ജയകൃഷ്ണൻ. അവന് നമ്മളോട് സ്നേഹമുണ്ട്. കണ്ടില്ലേ അവൻ നമ്മളോടുള്ള അവൻ്റെ കടമ നിറവേറ്റിയത്. അവൻ്റെ വിവാഹത്തിൻ്റെ ഭാഗമായി നമുക്ക് രണ്ടാൾക്കും അവൻ തുണിയും സ്വർണവും എടുത്തു തന്നു. അതുപോലെ തന്നെ അവൻ്റെ കൂടപ്പിറപ്പുകൾക്കും അവൻ അവൻ്റെ സമ്മാനം നൽകി. എന്നാൽ നന്ദനല്ലേ നമുക്കിത് ആദ്യം വാങ്ങിത്തരേണ്ടിയിരുന്നത്. പക്ഷേ നന്ദൻ നമുക്ക് രണ്ടാൾക്കും വന്ദനയ്ക്കും ഒന്നും തന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒന്ന് വേണമോ എന്ന് പോലും നമ്മളോടോ വന്ദനയോടോ ചോദിച്ചതുമില്ല. അതുപോലെ തന്നെ നമ്മളും നന്ദനും വന്ദനയും ഒരു മുട്ടുസൂചി പോലും ജയകൃഷ്ണന് വാങ്ങിക്കൊടുത്തതുമില്ല. ഇനി എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ അവനത് വാങ്ങില്ല. ഈ സമയം അത് കേട്ടിരുന്ന നമ്പ്യാർ നന്ദനെ ന്യായീകരിച്ചുകൊണ്ട്, നന്ദൻ ഇതേക്കുറിച്ച് അറിയാത്തതുകൊണ്ടാവാം. മാത്രമല്ല നമ്മൾ ഇക്കാര്യങ്ങളൊന്നും അവനോട് പറഞ്ഞതും കൊടുത്തിട്ടുമില്ല. അതല്ലാതെ അവൻ മനഃപൂർവ്വം തരാതിരുന്നതായിരിക്കില്ല, നമ്പ്യാർ പറഞ്ഞു നിർത്തി. ഒപ്പം ഭാര്യയോടെ, ഇനി ഇക്കാര്യം നീ ഇവിടെ ആരോടും പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗീരഥിയെ ശകാരിക്കുകയും ചെയ്തു. അതോടെ ഭഗീരഥി നിശബ്ദയായി തീർന്നു. തുടർന്ന് ദിവസങ്ങൾ കഴിയുന്തോറും ചെമ്പകശ്ശേരിയിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അവരുടെ ആ സന്തോഷം ഒരു ചെറിയ രീതിയിലെങ്കിലും കണ്ണോട്ടുകരയിലെ ജനങ്ങളിലേക്കും പകർന്നു കിട്ടിക്കഴിഞ്ഞിരുന്നു. കാരണം ചെമ്പകശ്ശേരിയിലെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന ഈ വിവാഹത്തിന് നമ്പ്യാരും ഭാര്യയും കൂടി ആ ഗ്രാമത്തിലെ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണോട്ടുകരയിലെ ജനങ്ങളുടെയെല്ലാം ഇപ്പോഴത്തെ സംസാര വിഷയം ചെമ്പകശ്ശേരിയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ചായിരുന്നു. കാരണം കണ്ണോട്ടുകര ഗ്രാമത്തിൽ ചെമ്പകശ്ശേരി തറവാട്ടുകാരെ പോലെ തന്നെ സാമ്പത്തികമായി ഉയർന്ന കുടുംബങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അവരുടെയെല്ലാം മക്കളുടെ വിവാഹം വലിയ ആർഭാടമായി നടത്തിയിട്ടുമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവാഹമാണ് ചെമ്പകശ്ശേരിയിൽ നടക്കാൻ പോകുന്നത്. ഒരു കുടുംബത്തിലെ സഹോദരങ്ങളായ 3 പേരുടെ വിവാഹം ഒരു പന്തലിൽ വെച്ച് ഒരേ മുഹൂർത്തത്തിൽ നടക്കാൻ പോവുകയാണ്. അതറിഞ്ഞ നിമിഷം മുതൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ അമ്പരപ്പിലും ആകാംക്ഷയിലുമാണ്. ഈ ഗ്രാമത്തിൽ ഇങ്ങനെയൊരു വിവാഹം ഇത് ആദ്യമായിട്ടാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾ ഒന്നടങ്കം ഈ വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്നവർക്കിടയിൽ പലതരത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളും നടക്കുന്നുമുണ്ട്. അങ്ങനെ നടക്കുന്ന ചർച്ചയിൽ പെണ്ണുങ്ങളിൽ ഭൂരിഭാഗവും ചർച്ച ചെയ്തത് അന്ന് വധുവായി ഒരുങ്ങിയെത്തുന്ന പെൺകുട്ടികളുടെ ആടയാഭരണങ്ങളെക്കുറിച്ചും അതിൻ്റെ വിലയെക്കുറിച്ചുമായിരുന്നുവെങ്കിൽ, പുരുഷന്മാരുടെ ചർച്ച അത് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള VIP-കളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും മറ്റ് അലങ്കാരങ്ങളെക്കുറിച്ചും ആയിരുന്നു. അങ്ങനെ കൊടുമ്പിരി കൊണ്ടുനിന്ന ചർച്ചകൾക്കും വെല്ലുവിളികൾക്കുമൊടുവിൽ ആ ഗ്രാമവാസികൾ മുഴുവൻ കാത്തിരുന്ന, അതിലുപരി ചെമ്പകശ്ശേരിയിലെ ഓരോരുത്തരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. അതോടെ ചെമ്പകശ്ശേരി തറവാടും തറവാട്ടിലെ ഓരോ അംഗങ്ങളും അതിൻ്റെ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിനിടയിലും അവരിൽ ചിലരുടെയെങ്കിലും മനസ്സുകളിൽ ഇടയ്ക്ക് പലപ്പോഴും വല്ലാത്തൊരുതരം മൗനവിഷമം വന്നു നിറയും. അങ്ങനെയുള്ള അവസ്ഥ അത് വന്നുപോയിക്കൊണ്ടിരുന്നത് മറ്റാർക്കുമായിരുന്നില്ല, ആ വീട്ടിലെ നമ്പ്യാർക്കും ഭഗീരഥിക്കും ജയനന്ദനും വന്ദനയ്ക്കുമായിരുന്നു. എന്നാൽ ഇവിടെ സന്തോഷത്തിൻ്റെ പെരുമഴയിൽ കുളിച്ച് സ്വയം മറന്നു നടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ ആ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ അത് ഇങ്ങനെ തുടങ്ങുന്നു. കുറച്ചു നാളുകളായി താൻ മനസ്സിൽ കൊണ്ടുനടന്നൊരു സ്വപ്നം, അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ചെയ്ത യുദ്ധങ്ങൾ, അതിൻ്റെ വേദനയും ഒരുപാടായിരുന്നു. എന്നാൽ ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ താൻ ആ യുദ്ധം പൂർണ്ണമായും ജയിച്ചു കയറുകയാണ്. അതായത് താൻ ജീവനു തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പ്രണയിനിയെ തൻ്റെ ശത്രുക്കളുടെയും ഗ്രാമവാസികളെയും സാക്ഷി നിർത്തി താലികെട്ടി സ്വന്തമാക്കാൻ പോവുകയാണ്. അത് ഓർക്കുന്തോറും ജയകൃഷ്ണൻ മറ്റേതോ ലോകത്തായി തീർന്നു. ഇപ്പോൾ സമയം 10:30. 11-നും 11:45-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് താലികെട്ട്. ചെമ്പകശ്ശേരി തറവാടിൻ്റെ കുടുംബക്ഷേത്രമായ ഭഗവതിക്കാവിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹം.
വർണ്ണശബളമായ ലൈറ്റുകൾ കൊണ്ടും പൂമാലകൾ കൊണ്ടും മനോഹരമായി ഒരുക്കിയ ആഡിറ്റോറിയത്തിനകത്തെ അതിലും മനോഹരമായി ഒരുക്കിയ 3 കതിർമണ്ഡപങ്ങൾ. ആ കതിർമണ്ഡപങ്ങളിൽ കത്തിച്ചുവെച്ച നിലവിളക്കിനും നിറപറയ്ക്കും മുന്നിലായി ഒരുക്കിയിട്ട തളികമേൽ സുമുഖരും സുന്ദരന്മാരുമായ 3 വരന്മാർ ഇരിക്കുന്നു. ആദ്യത്തെ കതിർമണ്ഡപത്തിൽ ഇരിക്കുന്നത് ജയനന്ദനായിരുന്നു. രണ്ടാമത്തെ കതിർമണ്ഡപത്തിൽ ജയകൃഷ്ണനും മൂന്നാമത്തെ കതിർമണ്ഡപത്തിൽ രമേശനുമാണിരുന്നത്. ഈ സമയം വിവാഹം നടക്കാൻ പോകുന്ന ആഡിറ്റോറിയത്തിനകത്തും പുറത്തു പരിസരത്തുമായി ആ ഗ്രാമത്തിലെ ആബാലവൃദ്ധ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആഡിറ്റോറിയത്തിനകത്തുനിന്ന് വിവാഹം കാണാൻ കഴിയാത്തവർക്ക് പുറത്ത് വലിയ സ്ക്രീൻ ഒരുക്കിയിരുന്നു. അതിനാൽ പുറത്തുനിന്നും വിവാഹം കാണാം. വരന്മാർ 3 പേരും മണ്ഡപത്തിലേക്ക് വന്നിരുന്നു കഴിഞ്ഞതും ഈ വിവാഹം നടത്താൻ കർമ്മിയായി നിയോഗിക്കപ്പെട്ട തിരുമേനി എല്ലാവരും കേൾക്കെ, ഇനിയും വരന്മാരുടെ പെൺകുട്ടികളെ വിളിക്കാം എന്നു പറയുന്നു. അദ്ദേഹം അത് പറഞ്ഞു നിർത്തിയതും മണ്ഡപത്തിലിരുന്ന വരന്മാരെക്കാൾ ആകാംക്ഷാഭരിതരായി തീർന്നു സദസ്സിലിരുന്ന കാണികൾ. അവർ തലങ്ങും വിലങ്ങും വധുക്കളെ നോക്കുകയാണ്. അവർ എവിടെ നിന്നാണ് വരുന്നതെന്നാണ് അവർ ഓരോരുത്തരും നോക്കിയത്. എന്നാൽ അവരുടെയെല്ലാം ആ ആകാംക്ഷയ്ക്കും കാത്തിരിപ്പിനും വിരാമം കുറിച്ചുകൊണ്ട് താലപ്പൊലിയേന്തിയ ചെറുബാലികമാരുടെ അകമ്പടിയോടെ വധുക്കൾ അവിടേക്ക് വരുന്നു. എന്നാൽ അവിടേക്ക് വന്ന വധുക്കൾ പക്ഷേ 2 പേർ മാത്രമാണുണ്ടായിരുന്നത്. അതോടെ അത് കണ്ട അവിടെയിരുന്ന ഓരോരുത്തരുടെയും മനസ്സുകളിൽ, ഇതിപ്പോൾ 2 പെൺകുട്ടികളല്ലേ ഉള്ളൂ, 3 പേരല്ലേ കാണേണ്ടത്? അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ പെൺകുട്ടി എവിടെ പോയി? അവരുടെ അടുത്ത ആകാംക്ഷയും ചോദ്യവും അതായി. എന്നാൽ ഇവിടെ ആപാദചൂഡൻ സ്വർണത്തിൽ തിളങ്ങി താലപ്പൊലിയേന്തിയ ബാലികമാർക്ക് പിന്നിൽ നടന്നു വന്ന ആ 2 പെൺകുട്ടികൾ മണ്ഡപത്തിലേക്ക് കയറി. ആദ്യം വന്ന പെൺകുട്ടി അവൾ രമേശന്റെ അടുത്തായി വന്നിരുന്നു. രണ്ടാമത്തെ പെൺകുട്ടി അവൾ ജയനന്ദന്റെ അടുത്തായും വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഇനിയും വരാനുള്ളത് ജയകൃഷ്ണന്റെ വധുവാണ്. ശരീരമാസകലം ആഭരണങ്ങൾ അണിഞ്ഞ് വാണിയും വന്ദനയും എത്തിയതോടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സുകളിൽ ഇരുവരുടെയും ശരീരത്ത് കിടക്കുന്ന സ്വർണത്തിന്റെ തൂക്കത്തെക്കുറിച്ചുള്ള തർക്കങ്ങളായിരുന്നു. പലരും പല അളവുകളാണ് പറഞ്ഞത്. അങ്ങനെ ആരും കേൾക്കാതെ പരസ്പരം പതിയെ അവർ തങ്ങളുടെ തർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുമേനി വീണ്ടും മുഹൂർത്തത്തിന് സമയമായെന്നും മൂന്നാമത്തെ വധു എവിടെയെന്നും ചോദിച്ചത്. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ വീണ്ടും അവിടേക്ക് തിരിഞ്ഞു. അതിന്റെ ഭാഗമായി ഓരോരുത്തരും മൂന്നാമത്തെ പെൺകുട്ടി എവിടെയെന്ന് നോക്കുന്നു. അങ്ങനെ നോക്കിയിരിക്കെ അവർ കണ്ടു, ആ ഓഡിറ്റോറിയത്തിന്റെ നടുത്തളത്തിലൂടെയുള്ള നടപ്പാതയിലൂടെ ചുറ്റുമുള്ള ആരെയും ഒന്നിനെയും ശ്രദ്ധിക്കാതെ ആശങ്കയും ഭയവും നിറഞ്ഞ മുഖഭാവത്തോടെ നടന്നുവരുന്ന ആ മൂന്നാമത്തെ വധു എന്ന ജയകൃഷ്ണന്റെ സ്വന്തം ഓമക്കലായ ദേവൂട്ടിയെ. ഒപ്പം അയ്യരും സുബ്ബലക്ഷ്മിയമ്മാളും അനുജത്തിമാരായ അശ്വതിയും അപർണയും ഉണ്ടായിരുന്നു. ഈ സമയം മണ്ഡപത്തിനു നേർക്ക് നടന്നുവരുന്ന മൂന്നാമത്തെ വധുവിനെ കണ്ട് സകലരും ഒന്ന് ഞെട്ടി. അതോടൊപ്പം തന്നെ എല്ലാവരും തമ്മിൽ പരസ്പരം മുഖാമുഖം നോക്കിപ്പോകുന്നു. എന്നു മാത്രമല്ല, പരസ്പരം നോക്കിയ അവർ പിന്നീട് തങ്ങളുടെ കണ്ണിമ പോലും ഒന്നു വെട്ടാതെ ശ്വാസം പോലും അടക്കിപ്പിടിച്ച് ഓരോ കണ്ണുകളും അവരെ തന്നെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അവരുടെയെല്ലാം ആ നോട്ടത്തിനും നിശബ്ദതയ്ക്കും 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ കാരണമായി വന്നത് അവർ ഓരോരുത്തരും നോക്കിക്കണ്ടത് ഇതായിരുന്നു. മൂന്നാമത്തെ വധുവായ ദേവൂട്ടി അവിടേക്ക് വരുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് 2 പെൺകുട്ടികൾ അവിടേക്ക് വന്നു. ശരീരമാസകലം ആഭരണങ്ങൾ അണിഞ്ഞ് അവിടെയിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ അഞ്ചിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവർ വന്നതെങ്കിൽ മൂന്നാമത്തെ വധു എത്തിയിരിക്കുന്നത് സാധാരണ നിലയിൽ ഒരു പെൺകുട്ടി അവളുടെ ശരീരത്തിൽ ധരിക്കാറുള്ള അത്രമാത്രം ആഭരണങ്ങൾ അണിഞ്ഞാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യം വേണ്ട മാലയും കമ്മലും ഒരു വളയും ഒഴിച്ചാൽ അവളുടെ ശരീരത്തെ വിവാഹപ്പെണ്ണിൻ്റെതായ രീതിയിലുള്ള അധികം ആഭരണങ്ങളോ ഒരുക്കങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് സാരം. അതും മാത്രമല്ല, അവൾ ഉടുത്തിരുന്ന ആ കല്യാണപ്പുടവ പോലും വളരെ വില കുറഞ്ഞ ഒന്നായിരുന്നു. ചെമ്പകശ്ശേരി തറവാട്ടുകാരെ പോലെയുള്ള ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് വരുന്ന പെൺകുട്ടികളെക്കുറിച്ച്
വരുന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ കാഴ്ചപ്പാടിനെ അപ്പാടെ തകിടം മറിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു പെൺകുട്ടി അവരുടെ മരുമകളായി അവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന സത്യം പക്ഷേ അവിടെ ഇരുന്ന ഒരാൾക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യവും ഉയർന്നു. അതേ തുടർന്നായിരുന്നു അവർ ഓരോരുത്തരും അന്തം വിട്ട് പരസ്പരം മുഖാമുഖം നോക്കിപ്പോയത്. എന്നാൽ അപ്പോഴും മറ്റൊരു വലിയ സത്യം അങ്ങനെ നിൽക്കുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, അവർ ഓരോരുത്തരും ആ പെൺകുട്ടിയെ, അതായത് ദേവൂട്ടിയെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയത് എന്തിനെന്നുള്ളതാണ്. അത് അവളുടെ ആ സൗന്ദര്യം കണ്ടിട്ടായിരുന്നു. ദേവൂട്ടിയുടെ ആ സൗന്ദര്യത്തിന് മുന്നിൽ സകലരും സ്വയം അവരെ പോലും മറന്നുപോയിരിക്കുന്നു. ഈ കണ്ണോട്ടുകരയിലോ തൊട്ടടുത്ത ഗ്രാമത്തിലോ ഇതുപോലെ കാണാൻ അഴകും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പെട്ടെന്ന് ദേവൂട്ടിയെ കണ്ട അവർ ഓരോരുത്തരും അവളുടെ ആ സൗന്ദര്യത്തിന് മുന്നിൽ സ്വയം മറന്ന് ഇരുന്നു പോയത് അങ്ങനെയാണ്. അങ്ങനെ ദേവൂട്ടിയെ തന്നെ നോക്കിയിരിക്കുന്ന അവരുടെയെല്ലാം മനസ്സുകളിൽ അല്പം മുമ്പ് സ്വർണത്തിൽ മുങ്ങിക്കുളിച്ചു പോയ ആ 2 പെൺകുട്ടികൾ ഒന്നുമല്ലാതായിത്തീർന്നു. മറിച്ച് സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവമായി തങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയ ദേവൂട്ടിയായിരുന്നു അവരുടെയെല്ലാം മനസ്സുകളിൽ തറഞ്ഞത്. അതിനാൽ പലർക്കും അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ പറിച്ചെടുത്ത് മാറ്റാൻ തന്നെ വലിയ വിഷമം തോന്നി. ഈ സമയം ആഡിറ്റോറിയത്തിനുള്ളിൽ നിറഞ്ഞു നിന്ന ആളുകൾക്ക് നടുവിലൂടെ വലിയ ആർഭാടമായ വേഷവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ എങ്കിലും ഒരു നവവധുവിൻ്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി തൻ്റെ നേർക്ക് നടന്നു വരുന്ന ദേവൂട്ടിയെ കണ്ട ജയകൃഷ്ണൻ ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് അവളെ തന്നെ നോക്കി ഇരുന്നു പോകുന്നു. അങ്ങനെ അവളെ തന്നെ നോക്കിയിരിക്കെ അവൻ്റെ കണ്ണുകൾ പ്രണയപൂർണ്ണമായി തീർന്നു. അവൾ നടന്ന് തൻ്റെ അടുത്തടുത്തേക്ക് വരുമ്പോൾ ഹൃദയത്തിനുള്ളിൽ സുഖമുള്ള ഒരു നൊമ്പരം തോന്നിപ്പോകുന്നു. എന്നാൽ മറുവശത്ത് ചെമ്പകശ്ശേരിയിൽ ദേവൂട്ടിയെ കണ്ട ജയകൃഷ്ണൻ്റെ വീട്ടുകാർ ശരിക്കും ഞെട്ടിപ്പോയി. കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി എന്നതിലപ്പുറം ഇങ്ങനെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരിക്കും ദേവൂട്ടി എന്ന് അവർ ആരും തന്നെ കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പോലെ ജയകൃഷ്ണൻ്റെ വീട്ടുകാരും ദേവൂട്ടിയെ തന്നെ നോക്കി സ്തംഭിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവളെ തന്നെ നോക്കിയിരിക്കുന്നവരുടെ കൂട്ടത്തിലിരിക്കുന്ന ജയകൃഷ്ണൻ്റെ ചേട്ടൻ ജയനന്ദനെ സംബന്ധിച്ചു പറഞ്ഞാൽ ദേവൂട്ടിയുടെ മുഖത്തു നിന്നും കണ്ണുകൾ എടുക്കാൻ തോന്നിയില്ല അവന്. എന്ന് മാത്രമല്ല, ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ ആ പെൺകുട്ടി തൻ്റെ അനിയൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണെന്നുള്ള ചിന്ത പോലും അവൻ മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ അവളെ കണ്ടിട്ടും മതിവരാതെ ദേവൂട്ടിയെ തന്നെ നോക്കി ഇരിക്കുകയാണ് നന്ദൻ. അങ്ങനെ അവളെ തന്നെ നോക്കിയിരിക്കെ ജയനന്ദന് തൻ്റെ അനുജൻ ജയകൃഷ്ണനോട് വല്ലാത്തൊരു തരം അസൂയ പോലും തോന്നിപ്പോകുന്നു. കൂടാതെ ആരും കേൾക്കാതെ അവൻ സ്വയം പറഞ്ഞു, വെറുതെയല്ല ആരെല്ലാം എതിർത്തിട്ടും സ്വന്തം ജീവൻ പോലും നഷ്ടമാകുമെന്ന് പറഞ്ഞിട്ടും തൻ്റെ അനുജൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാതിരുന്നത്. ജയൻ്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിലും ഇതുതന്നെ ചെയ്യുമായിരുന്നുള്ളൂ. അല്ല എങ്കിൽ വീട്ടുകാരുമായി ആലോചിക്കുന്നതിനു മുമ്പേ അവളെ തനിക്കൊപ്പം കൂട്ടിക്കൊണ്ടു വന്നു പോയേനെ താൻ. എന്നാൽ ഇവിടെ നന്ദൻ്റെ അടുത്തിരിക്കുന്ന വാണിയെ സംബന്ധിച്ചു പറഞ്ഞാൽ ദേവൂട്ടിയെ കണ്ടതും അവളുടെ മനസ്സ് ചെകുത്താൻ കയറിയതുപോലെയായിത്തീരുന്നു. ഒപ്പം അവളുടെ കണ്ണുകൾ കനൽക്കട്ട പോലെ കത്തിജ്വലിച്ചു. മാത്രമല്ല, ദേവൂട്ടിയെ കണ്ടതോടെ പരിസരം പോലും മറന്ന് മുഖത്തൊരു കള്ളപ്പുഞ്ചിരിയോടെ ഇരിക്കുന്ന ജയകൃഷ്ണനെ കൂടി കണ്ടതോടെ വാണിയുടെ ദേഷ്യം ഇരട്ടിയാകുന്നു. ഒടുവിൽ ദേവൂട്ടി മണ്ഡപത്തിലേക്ക് കയറി ജയകൃഷ്ണൻ്റെ അടുത്തായി വന്നിരുന്നു. അങ്ങനെ ഒരു നവവധുവിൻ്റെ നാണത്തോടെ അതിലുപരി ഭയത്തോടും കൂടി ജയകൃഷ്ണൻ്റെ അടുത്തായി ദേവൂട്ടി വന്നിരുന്നതും ആരും പ്രതീക്ഷിക്കാത്ത, എന്നാൽ ഇന്നുവരെ നടന്നു കാണാൻ വഴിയില്ലാത്തതുമായ ഒരു കാര്യം അവിടെ നടന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ദേവൂട്ടി ജയകൃഷ്ണൻ്റെ അടുത്തായി വന്നിരുന്നതും പെട്ടെന്ന് ആഡിറ്റോറിയം കരഘോഷത്താൽ മുഖരിതമായി തീർന്നു. ഇടയ്ക്ക് ആഡിറ്റോറിയത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവരെ രണ്ടാളെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള പലവിധ കമൻറ്റുകളും ഉയർന്നു കേട്ടു. ഇതിനിടെ തിരുമേനി വരന്മാരോട് 3 പേരോടും താലിയെടുക്കാൻ പറയുന്നു. ഒപ്പം നാദസ്വരമേളക്കാരോട് കെട്ടുമേളം പറയുന്നു. ആ ഒരു നിമിഷം ജയകൃഷ്ണൻ
സകല ദൈവങ്ങളെയും അതിലുപരി കൃഷ്ണപുരത്തെ ശ്രീകൃഷ്ണസ്വാമിയെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തനിക്കു മുന്നിൽ കൂപ്പുകൈകളോടെ തലതാഴ്ത്തിയിരിക്കുന്ന ദേവൂട്ടിയുടെ അല്ല അവൻ്റെ സ്വന്തം ഓമക്കുയിലിൻ്റെ കഴുത്തിലേക്ക് തൻ്റെയും ദേവൂട്ടിയുടെയും വീട്ടുകാരെയും അവിടെയെത്തിയ സകലരെയും സാക്ഷി നിർത്തിക്കൊണ്ട് തൻ്റെ സ്വന്തം ഓമക്കുയിലിൻ്റെ കഴുത്തിലേക്ക് ആ താലി കെട്ടുന്നു.